ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ നാട്ടിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ നേരെ ഇന്ന് പോകുന്നത് നമ്മുടെ നാട്ടിലുള്ള പുഴയിലോട്ടാണ്. അപ്പോൾ നമ്മോട് 2 ചങ്കന്മാരും കൂടിയുണ്ട്. ഇതാ എല്ലാവരും ആക്കുന്നതാണ് കേട്ടോ. നമ്മൾ ആ പുഴയിലേക്ക് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഗൈസ്, നമ്മളിതാ പുഴയോരത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലുള്ള ഒരു ഗ്രാമീണ വൈബാണ് ഇപ്പം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൊത്തം അടിപൊളി കാഴ്ചയാണ് കേട്ടോ. കംപ്ലീറ്റ് ഇവിടെ വോളിബോളൊക്കെ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട് പിള്ളേർ. ഓ ചെക്കനിപ്പം തട്ട് നമ്മളിതാ ഇതുവഴിയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു അടിപൊളി കാഴ്ച തന്നെയാണ്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഫൈനലി തോണീൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ ഇതാ അരുണുണ്ട്, അതുപോലെ തന്നെ വിഷ്ണു ഉണ്ട് കേട്ടോ. എല്ലാവരും സെറ്റാണ്, വൈബാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള പുഴയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അടിപൊളിയാണ് കേട്ടോ. ഇവിടെ ഒരു കച്ചറയും കാര്യങ്ങളൊന്നുമില്ല. ആകെയുള്ളത് ഒരു കുപ്പിയുണ്ട്, അത് പിന്നെ നോക്കണ്ട, വേറെ ഒന്നുമില്ല. അടിപൊളി സ്ഥലമാണ്. നമുക്കിപ്പോൾ തോണി എടുത്ത് നമുക്ക് പുഴയിലോട്ട് ഇറങ്ങാം. ഗൈസ്, നമ്മളെ തോണിയുടെ തുഴ കാണുന്നില്ല, മുളക്കുറ്റി. അപ്പോൾ നമ്മളെ ഇതാ അരുണ് മുളക്കുറ്റി എടുത്ത് വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ താക്കോല്. ഇത് വെച്ചിട്ടാണ് നമ്മളെ പരിപാടി മൊത്തം നടക്കുക. അപ്പോൾ ഇതാ ഈ ഒരു മുളക്കുറ്റി വെച്ചാണ് നമ്മൾ തോണി തുഴയുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നേരെ തോണിയിലോട്ട് കയറുകയാണ്. ഓ അരുണ് നമ്മളെ കഷ്ടപ്പെട്ട് കയറുകയാണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മൾ തോണി കയറിയിരിക്കുകയാണ്. ഇതാ നമ്മൾ ടീം മൊത്തം തോണിയിലത്ത് കയറിയിരിക്കുകയാണ്. തോണി ഓടിക്കാനൊന്നും നമുക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ എങ്ങനെയല്ലോ ഇതാ ഈ തുഴ കൊണ്ട് തുഴഞ്ഞിട്ട് നമ്മൾ പുഴയിലോട്ട് പോകണം. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടിപൊളി വൈബ് തന്നെയാണ്, വേറൊന്നും പറയാനില്ല. ഒരു രക്ഷയില്ല. നമ്മളെ നാട്ടിലെ അടിപൊളി പുഴയാണ് കേട്ടോ. നമ്മളെ നാടും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ. ഇവിടെ നിന്നാണ് തോണി എടുക്കുന്നത്. ഇതാണ് ലാസ്റ്റ് എൻഡ്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ പുഴയിലേക്ക് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിതാ നമ്മുടെ പുഴയിലെത്തിയിരിക്കണം കേട്ടോ. നമ്മളെ പുഴ ഇതാണ് കേട്ടോ. നമ്മളെ പുഴ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള ചൊവ്വ പുഴ എന്നുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുഴ. അടിപൊളി ഒരു ലൊക്കേഷനാണ് കേട്ടോ. ഇതാ നമ്മുടെ ടീംസൊക്കെ ഇവിടെ, വിഷ്ണു അതുപോലെ തന്നെ ഇതാ മുന്നിലായിട്ട് നമ്മുടെ അരുണം കിടക്കുന്നുണ്ട്. കിഡിലൊരു വൈബ് തന്നെയാണ്. ഇതാണ് നമ്മുടെ നാട്ടിലുള്ള പുഴ. ഒരു കച്ചറയും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അടിപൊളി പുഴയാണ്. അപ്പോൾ ഇതാ ഇത് നമ്മളെ ഫൈബർ തോണിയാണ് കേട്ടോ. ഇപ്പോൾ ഇങ്ങനെ ഇളകിക്കഴിഞ്ഞാൽ മൊത്തം സീനാവും, മാറിയതെല്ലാം ടെൻഷൻ വരും. അപ്പോൾ ഇതാ നമ്മുടെ വിഷ്ണു അതാ ടെൻഷനായി കേട്ടോ. അപ്പോൾ വെയിലാണെങ്കിൽ നല്ല അംഗം കേസ് വെയിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ വെയിൽ പോകണം. അടിപൊളിയാണ് കേട്ടോ. നമ്മളെ വീടും കാര്യങ്ങളും നമ്മുടെ വീട്ടും പുഴകളും എല്ലാം മൊത്തം വൈവാണ്. അപ്പോൾ ഇതാ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവില്ല, സൂര്യൻ്റെ വെയിലടിച്ചുകൊണ്ട് കിഡിലൊരു വൈബ് തന്നെയാണ് കേട്ടോ. അടിപൊളി ലൊക്കേഷൻ. നമ്മുടെ നാട് ഇങ്ങനെ തന്നെയാണ്, നമ്മുടെ വൈബും ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പണി ഇല്ല, ഇപ്പോൾ വീട്ടിലാണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഈ വൈബ് നിങ്ങൾ ആസ്വദിച്ച് നോക്കൂ. ഒരു പ്രത്യേക ഫീലിംഗ് ആണ്. ഒരു ടെൻഷനും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. നമ്മൾ തോണി ഇപ്പോൾ ഇതാ പുഴയുടെ നടുവിലായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ സൂര്യനൊക്കെ അടിച്ച് തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗായ്സ്, അപ്പോൾ അതാ നമ്മളിതാ പുഴയുടെ നടുവിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലുള്ള നമ്മളെ കമ്പനിക്കാരൻ്റെ വകയിലുള്ള തോണിയാണ് കേട്ടോ. അപ്പൊ നമ്മളെ ചങ്ക് തീർത്ത് ഇവിടെ ഉണ്ട്. യെസ് മച്ചാന, എനിക്കെന്താ പറയാനുള്ളത്? മച്ചാന, നമ്മൾ നിൽക്കുന്ന ലൈവായിട്ട് ഓൺ ദ എർത്ത്, ഓൺ ദ വാട്ടർ. എങ്ങനെയുണ്ട് ഈ വൈബ്? എങ്ങനെയുണ്ട് മച്ചാനെ? പോസിറ്റീവ് വൈബ്സ് ഗോയിങ്. യെസ്. അപ്പൊ ഇതാ നമ്മളെ പുഴയാണ് ഈ കാണുന്നത്. അടിപൊളി ഒരു ലൊക്കേഷൻ ആണ് കേട്ടോ. പുഴേന്റെ എൻഡാണ് ഈ കാണുന്നത്. കിടിലം വൈബാണ്. നമ്മളിപ്പോ തോണിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മളിതാ നമ്മുടെ ടെൻഷനും കാര്യങ്ങളും മൊത്തം അങ്ങ് ഇറക്കി വെക്കുകയാണ്. മൊത്തം ഇതാ ചുറ്റോട് ചുറ്റും ഇതാ പുഴയാണ് കേട്ടോ. അപ്പൊ പുഴേന്റെ നടുവിലാണ് നമ്മളിപ്പോ ഉള്ളത്. അപ്പൊ നമ്മളിത് നമ്മുടെ വിഷ്ണു ആണ് കേട്ടോ. വിഷ്ണു നമ്മുടെ ബാങ്കിങ്ങിൽ വർക്ക് ചെയ്യാണ്.
relaxation, our ending the weekends. യെസ് അപ്പോൾ അതാണ് മൂപ്പറുടെ കാര്യങ്ങളും ഇതൊക്കെ. അപ്പോൾ ഫ്രണ്ടിലായിട്ട് ഇതാ നമുക്ക് അങ്ങോട്ട് പോകണം. അവിടെ പോയിട്ട് ഇപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതുണ്ട് നോക്കാണ്ട്. അവിടെ ഇപ്പോൾ ദൂരമായിട്ട് ഈ കാണുന്ന ലൊക്കേഷനിൽ നമ്മുടെ എന്താ പറയുക, നീർനായി ഉണ്ട് കേട്ടോ. നീർനായി ഈ ലൊക്കേഷനിലായിട്ട് നീർനായി 5 നീർനായി ഈ പുഴയിലുണ്ട്. എന്താ വച്ചാ ഉദർദർ അവിടെ ഇപ്പം 5 നീർനായി ഉണ്ട്. അപ്പോൾ അടിപൊളിയാണ്. അവരുടെ കളികളും കാഴ്ച നമുക്ക് കാണാൻ പറ്റുമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ പുഴയുടെ കാഴ്ചകളൊക്കെ ഇതാണ് കേട്ടോ. അടിപൊളിയാണ് മച്ചാനെ, കിടിലനാണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മുടെ അരുണാണ് ഇപ്പോൾ തോണി തോന്നിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്നറിയില്ല, ഓനൊരു ഐഡിയ ഇല്ല. തോണി ഇങ്ങനെ കറങ്ങി കളിക്കാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മളെ കാര്യങ്ങൾ. നമ്മുടെ വീടും അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമങ്ങളൊക്കെ ഇതാണ് കേട്ടോ. അടിപൊളി സ്ഥലമാണ്. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ ലൈഫ് ഇങ്ങനെയാണ്. നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാം വർക്ക് തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ നാട്ടിൽ വന്നാണ് ഇതുപോലെ തന്നെയുള്ള വൈബും കാര്യങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ തോണി അറിയാതെ കുത്തുകയാണ് കേട്ടോ നമ്മുടെ അരുണ്. എങ്ങോട്ടാ ഇവക്ക് പോകേണ്ടത്? ശരിക്കും ഇങ്ങോട്ടാണ്, പക്ഷെ തോണി പോയിക്കൊണ്ടിരിക്കുന്നതാ നേരെ അങ്ങോട്ടാണ് കേട്ടോ. നമുക്ക് പോകേണ്ടത് ഇങ്ങോട്ടാണ്. എടാ ഓടി അങ്ങോട്ടോട്ടെ പോട്ടെ. അപ്പോൾ കഴിച്ച് നമ്മൾ അരുൺ ഇതാ മാക്സിമം കുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തുഴയുടെ തമ്പ് വരെ എത്തുന്നുണ്ട്. നല്ല ആയാക്കുണ്ട് കേട്ടോ ഇവിടെ. ഇതാണിപ്പോൾ അവസ്ഥ. മൊത്തം നമ്മുടെ പുഴ ഇങ്ങനെ തിളങ്ങി നിൽക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ വിഷ്ണു ഇതാ നടുവിലായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അരുണ് കുത്തും തോറും തോണി ഇങ്ങനെ വളഞ്ഞു വരികയാണ്. അപ്പോൾ നമുക്ക് ആ റൂട്ടിലാണ് പോകേണ്ടത്. ആ റൂട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഏരിയയിലോട്ട് കയറാൻ പറ്റും. പക്ഷെ ഇതാ ഇത്രത്തോളം നമ്മുടെ ഈ കോലിൻ്റെ ഇത്രത്തോളം അവൻ കുത്തി താത്തുന്നുണ്ട്. വേറെ ഓരോ ഓപ്ഷനും ഇല്ല. പിന്നെ ഓ മാൻ ഇവിടെ മറിക്കില്ല. കാലൊന്നും വെള്ളത്തിലിട്ടരുന്ന് നേരെ കുത്തിരിക്കടാ നേരെ. യെസ്. അപ്പോൾ ഈ ഫൈബർ തോണിയായത് കൊണ്ട് തന്നെ നമുക്ക് അധികം ബാലൻസ് നമ്മൾ ഇളകി കളിച്ച് കഴിഞ്ഞാൽ തോണി മറിയുന്നതായിരിക്കും. അപ്പോൾ പരമാവധി ബാലൻസ് ചെയ്ത് നിൽക്കണം. എന്നാലേ നമുക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഗൈസ് നല്ല കേസ് കിട്ടുന്നുണ്ട്. ഇതാണ് കേട്ടോ അവസ്ഥ. എന്താ ഞാനും അതുപോലെ തന്നെ വിഷ്ണു നമ്മുടെ അരുണും കൂടി ഇതാ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അരുണാണ് ഇപ്പം തോണി കുത്തിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളി വൈബാണ് കേട്ടോ. ഗൈസ് നമ്മളിതാ കഴുക്കപ്പൂലിൻ്റെ സൈഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഷോപ്പിലോട്ട് പോകണം. ഇവിടെ ഇപ്പോൾ ഇവരൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ വാങ്ങണം അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് നമ്മളിപ്പോൾ ഈ ചെറിയൊരു തോട്ടിൽ കൂടെ നമുക്ക് ഷോപ്പിലേക്ക് പോകണം. അപ്പോൾ ഇതാ നമ്മുടെ വിഷ്ണു ഒക്കെ ഇവിടെ ടെററായി നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ പൂമ്പാറ്റി ഇത് അവിടെ നിന്ന് മൊത്തം അംഗം കേസ് വൈബാണ് കേട്ടോ. ഇതാ നമ്മൾ കേട്ടോ പുഴ അടിപൊളി വൈബാണ്. മീൻ പിടിക്കാൻ വേണ്ടി വന്നതല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി മാത്രം വന്നതാണ് കേട്ടോ. യെസ് അതാണ്. അപ്പോൾ ഗൈസ് നമ്മളിതാ നമ്മളെ തോട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പുഴ കഴിഞ്ഞ് നമ്മുടെ ചെറിയൊരു തോട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വന്ന വഴി ഇതാണ് കേട്ടോ. അപ്പോൾ ഇവർക്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞ് ആകെ സീൻ തന്നെ. അപ്പോൾ നമ്മളിതാ ഷോപ്പിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഫുഡ് വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മൾ പുഴയിൽ നിന്ന് നല്ല ചെറിയൊരു തോട്ടിൽ കൂടെ കയറിയിട്ട് നമ്മുടെ ഷോപ്പിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അരുണാണിപ്പോൾ തുഴഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിഷ്ണു അതുപോലെ തന്നെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ കഴിച്ച് നമ്മളിതാ അവസാനം നമ്മളെ ടൗണായ ചെറിയ ഷോപ്പൊക്കെ ഉള്ള ഒരു സ്ഥലത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കാണ് അവർ. നമ്മുടെ പാലത്തിൻ്റെ അടിയിലായിട്ടാണ് കേട്ടോ തോണി വെച്ചത്. അപ്പോൾ ഇതുവഴി കയറിയിട്ട് നമ്മുടെ ടീംസ് വിഷ്ണു അതുപോലെ തന്നെ അരുണും അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വന്ന വഴി ഇതാണ് കേട്ടോ. അപ്പോൾ ഇതുവഴിയാണ് നമുക്ക് തിരിച്ചു പോകേണ്ടതും. അപ്പോൾ നമ്മളെ പുഴയും കാര്യങ്ങളൊക്കെ ഇതാണ് നമ്മുടെ വൈബ്. ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ, ഇങ്ങനെയാണ് നമ്മുടെ നാട്ടും പുറത്തുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ പുഴയും കാര്യങ്ങളൊക്കെ. നമ്മുടെ കമ്പനിക്കാർ അവിടെ നിന്ന് എൻജോയ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൊത്തം വെള്ളത്തിനങ്ങനെ അരഞ്ഞിക്കാണ്. നമ്മളെ ഫോണിൽ ചാർജ് തീരാറായി. ഇതാണ് ഇവിടുത്തെ വൈബ്. നല്ല സൂര്യാസ്തമയൊക്കെ ആയിട്ട് അടിപൊളി ഒരു കാഴ്ച തന്നെയാണ്. അപ്പോൾ ചാർജ് തീരുമോയെന്നറിയില്ല. കുത്തിയുടെ ബാർബയും കാര്യങ്ങളൊന്നുമില്ല. നമ്മളെ വിഷ്ണു ഇവിടെ നിൽപ്പുണ്ട്. അത് തന്നെ ഇതോട്ടെ നമ്മളെ സ്ഥലം. അടിപൊളി സ്ഥലമല്ലേ. ഇതാണ് നമ്മളെ നാടും കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മളെ പുഴയോരങ്ങളും
അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം.